വീണ്ടും ഹെയർ ബാൻഡുമായിട്ട് തന്നെയാണ് വന്നത് കേട്ടോ. നിങ്ങൾക്ക് മുഷ്ടിലാവുന്നുണ്ടോ ഞാൻ എപ്പോഴും ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കിയിട്ട്? വേറെ വേറെ മോഡലല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മുഷ്ടിലാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് 4 ബേസാണ് കേട്ടോ. അപ്പോൾ ഹെയർ ബാൻഡിൻ്റെ 4 ബേസ് എടുത്തിട്ട് ആദ്യം രണ്ടെണ്ണം 2 ബേസ് ഒരുമിച്ച് വെച്ചു. ഒരു മുത്ത് കോർത്ത് വെച്ചു. അതേപോലെ തൊട്ടപ്പുറത്തെ 2 ബേസ് ഒരുമിച്ച് വെച്ച് മുത്ത് കോർത്തു. പിന്നീട് ചെയ്യുന്നത് നേരെ സെൻറ്ററിലുള്ള 2 ബേസും ഒരുമിച്ച് പിടിച്ചിട്ട് അതിലൊരു ബീഡ് കോർത്ത് വെച്ചു. പിന്നെ രണ്ടും അറ്റത്തുമുള്ളതിൽ ഓരോ ബീഡ് കോർത്തു. അതിനുശേഷം വീണ്ടും സെൻറ്ററിൽ 2 ബേസ് ഉണ്ടാവുമല്ലോ, അതിലേക്ക് തന്നെ കോർത്തു. എന്നിട്ട് മെല്ലെ താഴേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു ഷേപ്പിലാക്കി എടുത്തു കേട്ടോ. നമ്മൾ താഴെ കൊണ്ടുപോകുമ്പോൾ ഡിസോർഡർ ആയിട്ടായി ഉണ്ടാവുക, മിക്കവാറും അങ്ങനെ ഡിസോർഡർ ആയിട്ടാണ് ഉണ്ടാവുക ബീഡ്സ്. പക്ഷെ നമ്മളത് ഈ ഒരു ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം വീണ്ടും അറ്റത്തുള്ള 2 എണ്ണത്തിൽ ഒരു ബീഡ് ചേർക്കുക, കോർത്തെടുക്കുക. 2 സൈഡിലും അങ്ങനെ 2 എണ്ണം കോർത്തെടുത്ത് അത് നമ്മൾ താഴേക്ക് വെക്കുമ്പോഴേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച 4 ബീഡില്ലേ, ആ ഒരു ബീഡ് അവിടെ കറക്റ്റ് നിൽക്കും കേട്ടോ. നമ്മൾ ആ ബീഡ് ഇപ്പോൾ ലാസ്റ്റ് ഇട്ട ബീഡ് കൂടി ഇട്ടാൽ നമ്മൾ ഒരു ഡയമണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ടാവില്ലേ ആ ബ്ലൂ ബീഡ്, അപ്പോൾ അത് കറക്റ്റ് അവിടെ നിൽക്കും. പിന്നെ അവിടെ നിന്ന് തെന്നി മാറുകയോ ഡിസോർഡർ ആവുകയോ ചെയ്യില്ല. അപ്പോൾ ഇതേ മെത്തേഡ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. പിന്നെ ക്യാമറ കുറച്ച് താണു പോയതുകൊണ്ട് തന്നെ വ്യൂ കുറച്ച് ഇതായിട്ടുള്ളൂ അല്ലേ, നമ്മൾ സ്ക്രീനിൽ മേളിലായിട്ടുള്ളത്. എന്നാലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ, ഇന്നും ഹെയർ ബാൻഡ് തന്നെയാണ്. എന്താണെന്നറിയില്ല, ഹെയർ ബാൻഡ് ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ പിന്നെ അതിൻ്റെ വെറൈറ്റി കണ്ടെത്താനുള്ളൊരു എന്താ പറയുക, ഫുൾ ടൈം അത് തന്നെയാണ് ചിന്ത. ഇനി വേറെ എന്ത് മോഡൽ ഉണ്ടാക്കുമെന്ന ചിന്തയിലാണുള്ളത് കേട്ടോ. പിന്നെ ഫസ്റ്റ് ഞാനൊരു ചലഞ്ചിൻ്റെ ഒരു ഹെയർ ബാൻഡ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ ഒരു ഹെയർ ബാൻഡിന് എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സന്തോഷം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമല്ലോ. അതേ മെത്തേഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ലാസ്റ്റ് ടൈപ്പ് ഇട്ടൊന്ന് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.